അപ്പൊ സുഹൃത്തുക്കളെ ഈ വ്ളോഗിന് പ്രത്യേകിച്ച് എൻട്രി നമ്മൾ പറയുന്നില്ല. ഇതിന് ഒരേ ഒരു എൻട്രി ഉള്ളൂ. കാണിച്ചെടുത്താ ഇതിലും മികച്ച ഒരു തരാനില്ല കാരണം അല്ല ഇത് നിങ്ങള് പറയാതെ വന്നോണ്ടാണ് കേട്ടോ. ഞാൻ വളരെ ഹാപ്പിയാണ്. പറഞ്ഞു വന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടി സെറ്റപ്പ് പറമ്പിലുണ്ടാക്കി എണ്ണക്കടികളൊക്കെ നെച്ചിപ്പണി കഴിക്കണത്. അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് വൺ ഹാപ്പിയാണ്. ഇല്ല ഞങ്ങളെ കാണില്ല, കയ്യെ കാണുള്ളൂ. ഇവിടെ റോസ്റ്റ് ഉണ്ട്, നേന്ത്രപ്പഴം ഉണ്ട്. കഴിക്കട്ടോ ഇപ്പൊ ഈ പഴങ്ങളുടെ ബാക്കി പത്രം നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോ മാസത്തിന്റെ ഭാഗം ഫുള്ള് പറമ്പില്ല. ചെറുക്കനെ കൂടെ കാര്യമില്ല. വാഴ നല്ല റിസൾട്ട്. എല്ലാ സാധനങ്ങളും എല്ലാം അടിപൊളിയായിട്ട് പഴുത്ത് വന്നും ചെയ്തിട്ടുണ്ടോ. അപ്പൊ സുഹൃത്തുക്കളെ അർഷുവിന്റെ എൻട്രി സർപ്രൈസുകളാണ്. അത് അർഷുവിന്റെ ചാനലിൽ വരും. എല്ലാരും അർഷു വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചെയ്ത ആൾക്കാർ കുറെ ഉണ്ടാവും, ചെയ്യാത്ത ആൾക്കാർ ഇതിലുണ്ടെങ്കിൽ എന്തായാലും പോവാ. അതിലൊരു കിഡിലെ വ്ലോഗ് വരാൻ കേട്ടോ. കാരണം എന്താ വെച്ചാല് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. കാരണം വെച്ചാല് സാധാരണ അർഷു വരുമ്പോ എന്താ ചെയ്യല് വെച്ചാല് വീട്ടുകാരോട് പറയും, ഞങ്ങളോട് പറയുന്നുണ്ട്. ഇപ്രാവശ്യം നേരെ തിരിച്ച് ഉൾട്ടടിച്ച്, അതായത് ഞങ്ങളോട് പറഞ്ഞാണ്ട് ഞങ്ങളോടും പറഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പാടി. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ഒരു ചെറിയ കഴിഞ്ഞ വ്ളോഗില് പറഞ്ഞു നിന്റെ ഒരു ചെറിയ കല്യാണം എന്ന് പറഞ്ഞില്ല കേട്ടോ. ചെറിയൊരു തക്കാര പരിപാടി നടത്താനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം ഇവൻ എന്ത് ചെയ്തു അതൊന്നും എന്നോട് പറഞ്ഞില്ല, വരുന്നുണ്ട്. അപ്പൊ ഞാനത് ഉദ്ദേശിച്ചത് എപ്പോഴാണ്, ഒരു സെപ്റ്റംബറിലോ ഒക്ടോബറിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവ സെപ്റ്റംബർ 1-ാം തീയതി റിട്ടേൺ ടിക്കറ്റ് കൊടുത്തിരിക്കണേ അല്ലേ. ഞാൻ 1-ാം തീയതി ഓഗസ്റ്റ് 1-ന് ഇവിടെ വന്ന് സെപ്റ്റംബർ 1-ന് തിരിച്ചു പോകുന്ന രീതിയിൽ ഓൾറെഡി ടിക്കറ്റ് എടുത്തിരുന്നു. ആ ടിക്കറ്റ് എടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം സുഹൃത്തുക്കളെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ പറയാണ്ട് ഞാൻ പണ്ടാണ് പോയിട്ട് പോയത്. പക്ഷെ നമുക്ക് ആ പരിപാടി നഷ്ടപ്പെടുമെങ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാല് നമ്മള് അത്രയും ഹാപ്പിയാണ്. ഞാൻ അനക്കൊന്ന് കേക്കല്ലോ വേണ്ടിയിരുന്നാല് ഞങ്ങളൊരാഴ്ചയായിട്ട് ഞങ്ങളിത് പറഞ്ഞോണ്ടിരിക്കാണ്. പക്ഷെ അർഷുവിന് ഇതിൽ കൂടാൻ പറ്റുള്ളൂ. കഴിഞ്ഞ മാസം ഒരു സൂചന. അപ്പൊ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേ നിൽക്കാണ്. അർഷുവിന് ആ കസനീ അവിടെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാം. സ്റ്റാൻഡ് ഉണ്ട്, ഇതിമ സെറ്റ് ചെയ്യാം. എല്ലാരും ഒരു ഫ്രെയിമിലുണ്ട്. ഹലോ ചാർജർ ഓഫർ നിങ്ങളുടെ കുറച്ച് അപ്പുറത്തേക്ക് അപ്പൊ എവിടെ പറഞ്ഞോണ്ട് ഞങ്ങള് അപ്പൊ ഞങ്ങള് മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുള്ളൂ വണ്ടിയിൽ നിന്നാണ് സങ്കടപ്പെട്ടാണ്. അപ്പൊ അസറു പറഞ്ഞേ പിന്നെ അപ്പൊ ഞാൻ ചോദിക്കണ്ട അസറിനോട്, അസറോ അർഷു ഞങ്ങൾ സർപ്രൈസ് തരാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി ഇതില് എങ്ങനെയും വരാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടാവും. അതിൽ അസറോ ഇല്ലടാ ഒരു ചാൻസ് ഇല്ല, കാരണം ഓന്റെ പേപ്പറൊക്കെ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞേ. അപ്പൊ എന്റെ എല്ലാ പ്രതീക്ഷയും പോയി. അപ്പൊ അനു പറയുന്നുണ്ട് പിന്നെ ഇതില് പറശില്ലല്ലോ, കാരണം വെച്ചാൽ ഇതിലിപ്പോ എല്ലാരും ഉണ്ട് ഇവിടെ, ഇപ്പൊ മാത്രമില്ലാത്തോളൂ. അന്ന് ലക്കില് കിട്ടിയ നിക്കായിൽ കൂടാൻ പറ്റി, അല്ലാതൊരു പരിപാടിക്ക് നമ്മള് കൂടിയില്ലല്ലോ. അപ്പൊ ഞമ്മള് സത്യം പറഞ്ഞാല് വൺ ഹാപ്പി. ഇന്നലെ അർഷുവിനെ കണ്ടില്ലേ, ആ സമയത്ത് കാണില്ല ആ വ്ളോഗ് എല്ലാവരും കണ്ടോ. അപ്പൊ ജിമ്മി വരുന്ന എങ്ങനെയാണോ, ജിമ്മിയാണ് വ്ളോഗ് എടുത്ത് വരുന്നത്. ജിമ്മി പുതിയൊരു സാധനം വാങ്ങി, അപ്പൊ പുതിയൊരു ജിമ്പലുണ്ട് അല്ലേ, അതും കൊണ്ടാണ് ഇങ്ങനെ വരും. അപ്പം പുതിയൊരു സാധനം വാങ്ങി വരുമ്പോൾ നമ്മളെല്ലാവരും നോക്കണ ഇമ്മക്കാണ്, അവന്റെ കയ്യിലുള്ള ഇമ്മക്കാണ്. ബാക്കിൽ ആരൊക്കെയാ നടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല.
അതിമക്ക് ഇങ്ങനെ നോക്കിക്കോ അതിനോട് തിരിഞ്ഞപ്പോ ജിംഷാന്റെ വരി പോയിട്ടോ ജിംഷാന്റെ വരി പോയിട്ട് ഇപ്പനെ വിളിച്ചിക്കണേ ഇവളെ വിളിച്ചിക്കണത് അതിൽ ഇവള് നെജ്മ മാത്രം കൊണ്ടിരുന്ന അന്തം മുട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ സ്റ്റക്കായി കുറച്ചു വന്നു വർത്താനം കൊടുത്തിട്ടില്ല. അതായത് ഒരു സൂചനയും തരാം ഇതേ വരുന്ന അസുറ വന്നെ. അതായത് എങ്ങനെ എത്തും അന്ന് യുദ്ധത്തിന്റെ പീക്ക് ടൈമിലാണല്ലോ, എങ്ങനെ എത്തില്ല എന്നില്ലോടത്തോട് വന്നിക്കല്ലേ, അതിലാകെ നെറ്റിദ്ധരിച്ച്. ഇത് ഭയങ്കര ഹാപ്പി. കാരണം എന്താ പറയുക, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മള് ഒന്ന് പിന്നെ എൻജോയ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ലെവലായി വന്നപ്പോ തന്നെയാണ് അർഷം ചെയ്യുന്നത് കാനഡയിൽ പോണത്. അല്ല ചോദിച്ചോണ്ടി നിങ്ങൾക്ക് ഇത് അറിയായിട്ടാണ് ഇതിന്റെ വിഷമം. ഞങ്ങളൊന്ന് സെറ്റായി ഒന്ന് ലെവലായി വന്നപ്പോത്തിന് അർഷർ പോയി, അസർ ജോർജ് പോയി. പക്ഷെ അസർ ജോർജ് പോയാലും സ്വന്തം പരിപാടികളായതുകൊണ്ട് എപ്പോഴും വരാനും പോകാനൊക്കെ പറ്റുന്നുണ്ട്. സർഷുവിന് അങ്ങനെയില്ല. പിന്നെ ജോർജിയെ പോലെ അല്ല, ഒരു ദിവസം കൊണ്ട് എത്തൂല. ഇത് അവിടെ നിന്ന് എത്തണം അങ്ങോട്ട്. 1-ാം തീയതി പോകുന്നത് ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരമായിട്ടാണ് കാനഡയിൽ നിന്ന് പോകുന്നത്. ഇവിടെ എത്തുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം. പറഞ്ഞിട്ട് തീരാത്ത സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ അത്രയും ഹാപ്പിയാണ്. പിന്നെ നമ്മൾ മാത്രമല്ല, ഈ കാണികളില് അർഷോ നമ്മളെ പണ്ട് മുതലേ കാണുന്ന ആൾക്കാരുണ്ട്, പുതിയ വന്ന ആൾക്കാരുണ്ട്. പക്ഷെ പണ്ട് മുതലേ എല്ലാ ആൾക്കാർക്ക് ഞങ്ങൾ നടന്നിരുന്നത് അറിയാം. അപ്പം നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അർഷും കൂടി വാണ്ടിനും കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോരുത്തരും വാങ്ങി ഹാപ്പിയാണ് നമ്മളെ കാട്ടിലും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് എങ്ങനെ പറയണമെന്ന് എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലാണില്ല. അല്ല ചില സമയത്ത് നമ്മൾ ഒറ്റക്ക് ഇവന്റെ കാര്യം അടിച്ചുമ്പോ നമുക്ക് കരച്ചു വരും. പിന്നെ ഇപ്പൊ സ്റ്റോറി നമ്മൾ ഓൾറെഡി സങ്കടത്തിലേക്കാണ്, അതിനടി ഇവിടെ സങ്കട സ്റ്റോറി അർച്ചുണ്ട്, പോസിറ്റീവ് ഇടില്ല. കാനഡയിലെ കഥകളാണെങ്കിൽ എന്റെ അക്കൗണ്ട് വന്നാൽ ഒരു നെഗറ്റീവ് ഓടി ഇന്ന ആൾക്കാരെ ഇടക്ക് ചെങ്ങായി ഒരു മനസ്സങ്ങോട്ട് കേറുന്നുണ്ടോ തിയേറ്ററിലൊക്കെ പടം റിലീസ് ആകുമ്പോഴേ ഇതാ നെഗറ്റീവ് അടിച്ച ചെങ്ങായി അതാണ് ഫാമിലി. അപ്പൊ അതേമാതിരി കാനഡയിൽ ഓൻ പണിക്കോണതും അവിടുത്തെ കഷ്ടപ്പാടുകളും വെറും അതേറ്റുള്ളൂ, പോസിറ്റീവ് ഒന്നും ഇല്ല, യാഥാർത്ഥ്യങ്ങൾ മാത്രം. ഒരു വിധത്തിൽ അങ്ങനെ കാണിക്കുന്നോണ്ട് കുറെ ആൾക്കാർക്ക് അറിയാം. അതിലൂടെ എത്ര ആൾക്കാർ മറ്റെന്താ കാനഡ എന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് ഓടി വരുന്നതോ സ്റ്റൈലാണെന്നൊരു വിചാരമാണ്. മനസ്സിലായോ? അർഷു അങ്ങനെ കിട്ടുന്നോണ്ട് കുറെ ആൾക്കാർക്ക് മനസ്സിലാവും തെറ്റിദ്ധാരണകൾ കാനഡ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര അടിപൊളി ലൈഫ്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായ. അതായത് നമ്മളെ പോലത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പോണ ഒരു ആളെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നേരെ മറിച്ച് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പൈസ വെച്ച് കൊടുത്താണ്ട് അവിടെ എൻജോയ് ചെയ്ത് പഠിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ഓരെ സംബന്ധിച്ചിട്ട് ഒരു റിസ്ക്കും ഇല്ല. ഓരതാണ് നമ്മൾ കാണുന്ന എങ്ങനത്തെ ലൈഫ്, ചില്ല് ലൈഫ്, എന്നും അതിൽ ട്രിപ്പ് പോവുക കാര്യങ്ങളൊക്കെ. നേരെ മറിച്ച് ഇവിടുന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പഠിക്കാൻ പോണ കുട്ടികളെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ട്. ലോണൊക്കെ എടുത്ത് പോകണ കഥ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു പിന്നെ ഏതൊരു രാജ്യത്ത് പോയാലും ഒരു 5 to 10 years മിനിമം എടുക്കും ഒന്ന് ലെവലായി കയറി പോരാന്. ഒരാൾക്കും ചെന്നാണ്ട് പിറ്റത്തെ വർഷം തന്നെ അവിടെ മറ്റേ ലെവലാകാനും കഴിയില്ല, അത് നടക്കില്ല. പിന്നെ നമ്മളെ ഉദ്ദേശമാണ് നമുക്ക് അവിടെ നിൽക്കണം, പോകണം, നമ്മളെ ലൈഫിന് നമ്മളൊരു പർപ്പസ് കണ്ടെത്തുക, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വേണം, ചുറ്റിപ്പറ്റി ജീവിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിധം കഴിയുമെങ്കിൽ പുറത്തേക്ക് പോകാതെ എനിക്ക് അങ്ങനെയാണ് വർഷം. എനിക്ക് നാട് വിട്ട് അല്ല എനക്കും കഴിഞ്ഞിട്ടല്ല, പക്ഷെ ആ റിയലൈസേഷനിലേക്ക് ഞാൻ വന്നത് ഞാൻ അവിടെ പോയി അനുഭവിച്ചുകൊണ്ടാണ്. പഴയൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. ഇന്നെ സംബന്ധിച്ച് 10 രൂപയ്ക്ക് 10 രൂപ അത് ഇവിടെ കിട്ടി എവിടെ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ട്രിപ്പ് പോണ ഞാൻ എങ്ങോട്ടും പോകും എത്ര ദിവസം. പക്ഷെ അപ്പോഴൊക്കെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാല് ഇതിപ്പോ 10 ദിവസം കഴിഞ്ഞാൽ 15 കഴിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഓരോ റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോഴും നമ്മളാ ബോർഡിംഗ് ഗേറ്റിംഗ് എത്തുമ്പോഴല്ലോ ആ സമയത്ത് ഒരു സാധനം കയറാണ്ട് കൂടെ അങ്ങനെ കയറും, ഇറക്കിയാലും ഇറങ്ങൂല. നമുക്കറിയില്ല നമ്മൾ ഇനി എന്നാ റബ്ബെ ഞാൻ തിരിച്ചിറങ്ങാന്നില്ല ഒരു ഐഡിയ ഉണ്ടാവില്ല. മനസ്സിലായി ഒരു നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ ഞാൻ ഒന്നലെ വന്നുകൊണ്ട് ഞങ്ങളുടെ സോഫയിൽ ഇരുന്ന വീഡിയോ വെറുതെ ഫോൺ എടുത്ത് അറിയാതെ കണ്ണേറും. കാരണം നമ്മള് സന്തോഷത്തിന്റെ അത്രയും പീക്ക് ലെവലാകുന്നത് അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞങ്ങൾ അന്ന് അങ്ങനെ ഒന്ന് ലെവലായി വന്നപ്പോ
അല്ല അതല്ല അങ്ങനെ മനസ്സിലാവില്ല. ഞങ്ങള് അങ്ങനെയും അന്ന് നമ്മള് സ്കൂട്ടിമേലൊക്കെ ഹർഷോ എങ്ങോട്ടൊക്കെ പോയിക്കണേ ഞങ്ങള് കറങ്ങി നടക്കുക ആ മയം കൊണ്ട് സ്കൂട്ടി അങ്ങനെ ഒരു സമയത്താണ് ഒരിടത്ത് പോണത്. അത് നമുക്കൊരു ഭയങ്കര വേദനയായി സത്യം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മള് നല്ല സന്തോഷം. ഇനി എത്ര നിങ്ങളെന്താ പറയണേ? എന്തോരം ആലപ്പുഴ ആ സൈഡ് നല്ല മഴ ഉണ്ട് ഇപ്പൊ. അതിനെ പറ്റില്ല സംസാരിച്ചേ അല്ലേ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ അതേമാതിരി അർഷുവിന്റെ കൂട്ടുകാരന്മാരെ ഒരു അഭിനയം മിഞ്ഞാന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അതിലിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു ആവശ്യത്തിന് കയറി അർഷുവിന്റെ വീട്ടിൽ ഞങ്ങൾ കയറി. ഇമ്മാനൊക്കെ ഞാൻ ഇടക്ക് കയറലുണ്ട് അതിന് പോകുമ്പോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി. ഞങ്ങൾ പോയ സമയത്ത് സാധാരണ ഇമ്മ എങ്ങനെ അറിയാം, അർഷുവിന്റെ കാര്യം പറഞ്ഞ ഇമ്മ കരയാതിരിക്കണ ഞാൻ അന്നേ വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കരയും 100% ഇമ്മ കരയും. അപ്പം ഞങ്ങള് അവിടെ ചെന്ന് സംസാരിക്കുന്ന ഇടയിൽ മാക്സിമം എന്റെ വർത്താനം പറയാതിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇമ്മാനെ സങ്കടപ്പെടുത്തണ്ട. ഇപ്പിയുണ്ട് ഇമ്മാനെ പൈസ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ എന്റെ കാര്യം പറയാതിരിക്കാം. അപ്പൊ ഇങ്ങോട്ട് പറയാം അർഷുവിനെ ബദിലൊന്നും കൂടാൻ പറ്റില്ലല്ലോ ഇമ്മ ഓട്ടിക്കട്ടെ നെജമൊക്കെ അഭിനയിച്ച് തകർക്കുക. അപ്പൊ അർഷു വിളിച്ചില്ലേ ഇന്നലെ വിളിച്ചു നെജമ ബാദിന്റെ ബാക്കിലൊക്കെ ഒന്ന് അർഷു വിളിച്ചു ഞാൻ വിളിച്ചു ഇന്നലെ വിളിച്ചിനി എന്നൊരു നേരം വിളിക്കുന്നൊക്കെ ഒരു വീട്ടിലെന്നൊക്കെ ഇന്നെ കാണേണ്ടതിനി ആ കഥ എങ്ങനെ അറിയോ? ഒരു പെരിന്ന് ഇറങ്ങിയിട്ട് എന്നെ നെജിമ വിളിച്ചു, ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇവര് വണ്ടൂർ കൂടെ കാര്യം പാസ് ചെയ്യാം ടൗണിലല്ലേ. അപ്പൊ ആ ടൗൺ ഭാഗത്താണ് ഞാൻ ഇരിക്കല്. നാട്ടിലത്തെ ചെക്കന്മാരെ പറയുന്ന കേക്ക് സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ഞാൻ കഴിച്ചിലായത്. അതായത് നെജിമ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പെരിന്ന് ഇറങ്ങിയായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു ഏത് വണ്ടിയിലാണ് പോകുന്നുണ്ട്, ബാസിന്റെ വണ്ടിയിലാണോ അതോ വേറെ ഏതൊരു വണ്ടിയാണോ ചോദിച്ചു. അപ്പൊ നീന്റെ വണ്ടിയാണ് അർഷിന്റെ വണ്ടിയാണ് തോന്നാറുള്ളൂ, ബലേനാണ് തോന്നാറുള്ളൂ. അതില് ഞാൻ ഇങ്ങനെ തിരിഞ്ഞുട്ടോ ബലേന ഇങ്ങനെ ഞാൻ റോട്ടിൽ നോക്കി ഒരു ബലേന ഇങ്ങനെ പോയി സൈഡിൽ കൂടെ. അതിന് ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ചെങ്ങന്മാരുണ്ട് നാട്ടിൽ ചെക്കന്മാരെ പിടിക്കണ്ട്. ഞാൻ അങ്ങനെ മുഖം പോത്തി ഞാൻ അറിയാണ്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചെക്കന്മാരോട് എടാ അത് മിക്കവാറും പാസിലാണ് സാധ്യത, ആ വണ്ടി ഇപ്പൊ തിരിട്ടോന്നാണ് പറഞ്ഞു. നാവ് തൊള്ളിക്ക് എടുത്തില്ല. ലൈബ്രറി പാസ് ചെയ്തവര് കുറച്ച് മുന്നുകൾ വേണം ഒരൊറ്റ തിരിച്ചില്ല. തിരിച്ചു വന്ന് വലിയ പോഞ്ഞു. ഞാൻ ഉള്ളിക്ക് കയറി, ലൈബ്രറിന്റെ ഉള്ളിൽ കയറി. ഞാൻ ചെക്കന്മാരുടെ അഭിനയിച്ചോട്ട് പറഞ്ഞു. എന്നിട്ട് ബാസിൽ ഒന്ന് കണ്ട് നാട്ടിലത്തെ അമ്മ കമ്പനിക്കാരുണ്ടാവും അതില് ഓനോട് ഒന്ന് ചോദിച്ചിക്കണ് അർഷു നമ്പറിലെ വരുന്നേലെന്നൊക്കെ ചോദിച്ചിക്കണേ. ഞാൻ വിചാരിച്ചു ഇവര് ശരിയൊക്കെയാണ് ഇവര് അറിഞ്ഞിട്ട് ഇന്ന സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് വേറെന്തോ പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിൽ കരുതിയത്. പക്ഷെ സംഭവം മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഇന്നലെ വരെ ചെന്നപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെക്കൻ ഇവിടെ നാട്ടിലേക്ക് എത്തിക്കണത്. ലൈബ്രറിന്റെ അവിടുത്തെ കഥ ഫുള്ള് പറഞ്ഞു കൊടുത്തല്ലേ? അർഷ എന്നിട്ട് ലൈബ്രറിന്റെ ഉള്ളിൽ പോയി കണ്ടേ ഫോൺ ഉണക്കി വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ. ഞാൻ അഥവാ ലൈബ്രറിന്റെ ഉള്ളിൽ കയറിയാണെങ്കിൽ ഞാൻ എന്റെ വിചാരം എന്താണ്, ഇന്നെ കണ്ടു റോട്ടുമ്പോ എന്നെ കണ്ടുകൊണ്ട് ഇന്റെ അടുത്തേക്ക് വരാനുള്ള പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ തോന്നു ലൈബ്രറിന്റെ ഉള്ളിൽ ഒളിച്ചിട്ടാണ് അഥവാ വരികയാണെങ്കിൽ. ഇന്നലെ കണ്ടപ്പോഴാണ് പറ്റിയ സമാധാനമായി. ഓക്കെ പരിപാടി സക്സസ്. അപ്പൊ സുഹൃത്തുക്കളെ അർഷു നമ്മളെ പിന്നെ ഒരു 3-4 കല്യാണം വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് പോകാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അർഷ എന്ത് നിൽക്കുന്നത് വന്നിക്കണത്. കല്യാണം ആരുടെ എന്തെന്ന് ചോദിച്ചാൽ ഇന്നലെ മുതൽ നമ്മുടെ ബ്ലോഗിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ പറയാൻ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളൊന്നും വിചാരിക്കരുത്. പക്ഷേ അധികം വൈകാതെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും മനസ്സിലാവും. കല്യാണം ഉണ്ട്, കല്യാണം മനസ്സിലാവും. ഇപ്പോൾ അനുവിൻ്റെ ഒക്കെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അർഷുവിൻ്റെ വീട് അല്ല, അർഷുവിൻ്റെ അല്ല അസറുവിൻ്റെ വീട് പണി നടക്കുന്നുണ്ട്, അർഷിൻ്റെ അവിടെ വീട് പണി നടക്കുന്നുണ്ട്, മിക്കിൻ്റെ അവിടെ എല്ലാവർക്കും വീട് പണി നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് നോക്കുക. ഞമ്മക്ക് ഇപ്പൊ അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ചെക്കന്മാർക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. എല്ലാരും അറിയിക്കും. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ അങ്ങനെയാണ് കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയല്ലേ. അപ്പൊ ഏതായാലും അർഷു വന്നതിൽ നമുക്ക് എല്ലാവർക്കും വൻ ഹാപ്പിയാണ്, നമ്മുടെ സന്തോഷത്തിലാണ്. ഇനി നമ്മൾ ഈ കല്യാണങ്ങൾ അടിച്ച് പൊളിച്ച് തകർക്കാനുള്ള പരിപാടികളാണ്.
അതായത് അർഷു ഇത്രയും കാലം അവിടെ നിന്നാണ്ട് ഇതൊക്കെ ഫോണിലെ കണ്ടിട്ടുള്ളൂ. ഇനിയാണ് യഥാർത്ഥ അർഷുനെ കണ്ടിട്ടില്ലല്ലോ. കാണിച്ചു നിൽക്കണോ? അത് നിൽക്കണോ? അച്ഛൻ 2 സ്റ്റെപ്പ് ഇടണം നമ്മളിവിടെ. അതൊക്കെ ഒരു അംശം, അതൊക്കെ ചെറിയത്. സ്റ്റാൻഡേർഡ് ഓവർ വിടാൻ പറ്റല്ലോ. ഇപ്പൊ പെണ്ണൊക്കെ കെട്ടി പെണ്ണുങ്ങളെ ഫാമിലിയൊക്കെ അല്ലേ? ഇവിടുത്തെ റിസപ്ഷന്റെ തലേന്ന് പരിപാടി ഇല്ലേ? അർഷോ ഞാൻ നമ്മളോട് പറയല്ലോ എനിക്കും പറയണേ. ഞാനേ കാനഡയിൽ പോന്നപ്പോ 4 ടീഷർട്ട് എടുത്തിട്ട് 2-3 പാന്റ് കൊണ്ടാ വന്നേ. ഇങ്ങോട്ട് വന്ന് കേറിയപ്പോ ഫസ്റ്റ് ഞാൻ വന്ന് കേറി ഇങ്ങോട്ട് ആദ്യം പറയാനോ അലമാര തുറന്നേക്കല്ലോ. എടാ ഇതിന്റെ ഒരു ട്രൗസർ മാർക്കൊക്കെ ഗ്യാപ്പ് അതിനുള്ളില്ല. എന്നോട് പറയാ ഒരു ട്രൗസർ ഞാൻ വെറുതെ പറയില്ല, ട്രൗസർ മാർക്കൊക്കെ അതിന് ഗ്യാപ്പ് അതിനുള്ളില്ല. അത് ഫുള്ള് ഡ്രസ്സാ. ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറയാ സെയിം ഇതുപോലെ ഞാൻ ഇവിടെ എന്താ പറയല്ലോ. അതായത് വെറുതെ ഇങ്ങനെ അത് ഇവലെ ബ്ലഡിലില്ല ഈ കാരം. പക്ഷെ എന്തായാലും ഞാൻ പറയാ ഒരു ദിവസം എന്നോട് ഈ ഡ്രസ്സ് എന്നുള്ളൊരു വേർഡ് ഈ ഒരു ചെവിയിൽ കേൾക്കാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ കടന്നു പോകാൻ പറ്റിയ വലിയ ഉപകാരം. ഞാനതിന് മനസ്സിലാക്കിയെന്ന് വെച്ചാല് നമ്മൾ പെട്ടു, ഞമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാന്നില്ല. ഞാൻ വിചാരിച്ചത് ഇന്ന് ഇന്നലെ ജിമ്മിന്റെ പേര് പോയി. ജിമ്മിന്റെ പേര് പോയപ്പോഴേ ജിമ്മിന്റെ പേര് ഡ്രസ് ഒന്നും കാണാലോ റൂമില്. അപ്പൊ എന്താ പറയുക, റൂം വെക്കാനായിട്ട് ഒരു അല്ല ഡ്രസ് വെക്കാനായിട്ട് ഒരു വേറെ റൂമൊക്കെ കൊണ്ടുപോയിട്ട് ഇതാണ് വാർഡ്രോബ് പറഞ്ഞു. ഞങ്ങൾ നോക്കി പീടിയില് അട്ടിക്ക് വെച്ചൂല അതേമാതിരി പൊടിയായിട്ട് അട്ടിക്ക് ഞാൻ പറയും. ഇപ്പൊ എന്താ വെച്ചാൽ ഈ കല്യാണ തിരക്കൊക്കെ ആയതുകൊണ്ട് വലിയ ഡ്രസ്സുകളൊക്കെ സെറ്റ് ആക്കി കൊടുക്കണല്ലോ. അപ്പം ആ ഡ്രസ്സ് അങ്ങനെ അതിന്റെ അളവ് ഇങ്ങനെ ഇതിങ്ങനെ. അപ്പൊ ഞാൻ പറയും എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സ് എന്ന് കേൾക്കണ അത്ര പേരാന്ന് വേറെ ഒന്നുമില്ല. അല്ല ഇത് എടുക്കണീനോ വാങ്ങണീനൊന്നും കേട്ടോ, അതെന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. പക്ഷെ ഇത് എന്നോട് പറയണ്ട. അതെ നമ്മളതിനെ എൻഗേജ് ചെയ്യിപ്പിക്കരുത്, അതൊരു അഭ്യർത്ഥനയാണ്. ഓ പക്ഷെ ഇത് എന്നോട് പറയും ചെയ്യരുത്, ഈ ഇത് എടുക്കാൻ എന്നെ കൂട്ടും ചെയ്യരുത്. ഒരു എതിർപ്പും പറയില്ല. കൂട്ടുകാരിയാളെ ഓ എവിടക്കാച്ച പോയിക്കോളെ. നമ്മളൊരു ഡ്രസ്സ് എടുത്താ എന്നിട്ട് ഇവിടെ പറയും ഇന്നോട് പറയും എത്രങ്ങാനും ഷർട്ടും പാൻറ്റും ഉണ്ട് നിങ്ങളുടെ അവിടെ, അതൊന്ന് മാറ്റി നമ്മൾ 10 ഇടൂല. അതായത് കഴിഞ്ഞ പെരുന്നാൾക്ക് എടുത്ത 5-6 ഷർട്ട് ഇതുവരെ ടാഗ് ഒട്ടിക്കാതെ അലമാരിയിലുണ്ട്. നമ്മളിതിന് ബോധമല്ല, അതിന് സമയമല്ല. ഇന്ന് ഇങ്ങോട്ട് പോരാനിറങ്ങി ഞാൻ ഉണ്ടല്ലോ, ഇത് ഞാൻ മിഞ്ഞാന്നിട്ട് ടീച്ചറാ ഞാൻ ഇങ്ങനെ എടുത്തിട്ടു. ഇവള് തായണൊക്കെ ചെയ്തിട്ടേ എന്നോട് പറഞ്ഞു ഓ ഇത് ചുളുങ്ങി, ഇത് മാറ്റണം പറഞ്ഞോളെ. ഞാൻ ഒന്ന് വാ വണ്ടിയിൽ കുത്തിറക്കുമ്പോ എന്തായാലും ചുളി. അതൊക്കെയാണ് ഓരോ ടെൻഷൻ. ഡ്രസ്സൊന്നും ചുളിഞ്ഞാ പ്രശ്നം, അടങ്ങിയ പ്രശ്നം. അത് നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടുന്ന പ്രശ്നമാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാ, റിയാലിറ്റിയിലൂടെ പോവുക, ഈസി വിഷയല്ല. അപ്പുറത്തെ കറണ്ട് നമ്മളൊരു മിഡിലാണ്. കേട്ടോ. ഓ അപ്പൊ നമുക്ക് ഒരു ദിവസം നമ്മളെ തിരക്കളെ കഴിഞ്ഞിട്ട് ബലി കൊണ്ട് ഇതിലൊക്കെ ഒന്ന് കറങ്ങാം അല്ലേ? അതിന് ഇന്റെ കുറച്ച് നിബന്ധനകൾ കേട്ടോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗ്രൂപ്പിലിടും, എല്ലാവർക്കും ബാധകീകാരം. അപ്പൊ പറയും ഗ്രൂപ്പിൽ പറയും കുറച്ച് നിബന്ധനകള്. അതെ ഞങ്ങള് പോകും കേട്ടോ, അതിന് പിന്നെ കുയിന്ന് പിടിച്ചിട്ട് കാര്യം ഒരു ട്രിപ്പ് പോകണ കാര്യം പറഞ്ഞപ്പോത്തിന് അതായിരിക്കണത്. ഇതെല്ലാരും ഇങ്ങനെ തന്നെയാണോ? ആണെന്ന് ആണ് എനിക്ക് തോന്നുന്നത് അല്ലേ? നിങ്ങൾ മാത്രമല്ലല്ലോ, ലോകം മൊത്തം അങ്ങനെയല്ലേ? ലോകം മൊത്തം അങ്ങനെ തന്നെയല്ലേ? അത് കേട്ടാ മതി. എവിടെയും മാറ്റില്ലാത്തൊരു കാര്യം.
അസറേ ഇന്നലെ ഓനെ എഴുതിയ കേട്ടോ വണ്ടിന്റെ ബാക്കില്. ലവ് ബാസിൽ മോനൊക്കെ എഴുതിയാണ്ട് ഡോണ്ട് ഫോളോ മൈ കാർ ഫോളോ മീ എന്നൊക്കെ. അസറും ഇങ്ങനത്തെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കും കേട്ടോ. ശരിയായി കൊടുക്കാം, നമുക്ക് കുറച്ച് അവസരങ്ങൾ വരും. പണ്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഇപ്പോഴത്തെ ഒരു റീലിൽ ഇങ്ങനെ അസറു പിക്സാർട്ടിന്റെ ചോദിച്ചു നോക്കി. അസറടിച്ചു നോക്കിയാണ് അന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂർ ഏരിയയില് പിക്സാർട്ടൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ചുരുക്കാണ്. അതിലും പ്രധാനിയായിരുന്നു ആര്? അസറു. അതായത് അന്നത്തെ കാലത്ത് ബുർജ് ഖലീഫിന്റെ മേലൊക്കെ കൊണ്ടുപോയി വെച്ചിരുന്നു നമ്മളെ. ഞാൻ എന്താ ഈ കുത്തിപ്പുക്കൽ പരിപാടി തുടങ്ങിയപ്പോ പയതൊക്കെ ഡിലീറ്റ് ആക്കി എല്ലാത്തിനും. ഇത് ഒന്നരാടെ ഇടവിട്ടാണ്ട് നാട്ടില് ട്രെൻഡ് ആവും കുത്തിപ്പൊക്കല്. അപ്പൊ ഫേസ്ബുക്കിലും പൊന്തി വരും, പിന്നെ അത് ഇൻസ്റ്റയിൽ കൂടെ ഒക്കെ എത്തും. ഞാൻ ടൈമിൽ ഡിലേക്ക് വിട്ടിനി. ഏതായാലും കുറെ ഡേഞ്ചർ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തായാലും അങ്ങോട്ടൊക്കെ പോകണ്ടേ? കുറെ കറങ്ങണം. അപ്പൊ ഓരോ സമയം നമ്മൾ സ്വീപ്പാക്കണം. നമ്മൾ വന്നൊരു സന്തോഷത്തില് പെട്ടെന്നൊരു വ്ളോഗ് എടുത്താണ്. അപ്പൊ ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് സൗണ്ടിന് അതായത് മൈക്ക് വർക്ക് ചെയ്തില്ല കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്. പുതിയ മൈക്ക്, അതായത് ഇത് അനു വാങ്ങി തന്ന മൈക്കേനി. അപ്പൊ വാങ്ങി തന്നിട്ട് ഇതുവരെ എന്ത് ചെയ്തില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ലേ. അപ്പൊ ആദ്യം ഇതിന്റെ ഘടനകൾ സംവിധാനങ്ങളൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏതായാലും മനസ്സിലായി. ചെക്ക് ചെയ്യണം, ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യണം എന്നൊക്കെയുള്ള സാധനം മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ് സൗണ്ട് പറഞ്ഞാൽ ഫോണിൻ്റെ സൗണ്ട് കാരണം അതിന് നോയ്സ് ക്യാൻസലൊക്കെ ചെയ്യാൻ പറ്റുമോ? കുറച്ചൊക്കെ നമുക്ക് റെഡി ആക്കി കുറച്ചൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ട് ഇതും കൂടി കൂട്ടി വെച്ചിട്ടെടുത്താക്കുക, പൊരുത്തപ്പെടുക. അപ്പം ഇനി നമ്മളെ നല്ല കുറച്ച് ദിവസങ്ങൾ നമുക്ക് വരാണ്ട്, കുറച്ച് ആഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ നമുക്ക് വരാണ്ട്, അതൊക്കെ നമ്മൾ മാക്സിമങ്ങളിലേക്ക് എന്ത് ചെയ്യും, എത്തിച്ചു തരും. അതേമാതിരി നെജ്മന്റെ കുക്കിംഗ് വ്ളോഗൊക്കെ വരൂലേ? ചെയ്യണം. അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും അർഷുവിന്റെ ചാനൽ പോയിങ്ങാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ അർഷു വ്ളോഗ്സ് പോയിങ്ങാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നല്ല നല്ല വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ ഇതിൽ വരും. എല്ലാവരും സപ്പോർട്ടാക്കി കൊടുക്കുക. അർഷു അധികം വൈകാതെ വീണ്ടും തിരിച്ചു പോയിട്ട് വീണ്ടും നമ്മളെ അടുത്തേക്ക് തിരിച്ചു വരും. പെർമനന്റ് ആയിട്ട് നമ്മളെ കൂടെ നാട്ടിലുണ്ടാവും. അപ്പൊ നമ്മളൊരു അതിനാണ് നമ്മൾ കാത്തിക്കണത്. ഇതിപ്പോ വീണ്ടും പോകില്ല. ഇതൊരു ചെറിയ പഠിക്കട്ടാണ്. അപ്പൊ ഇനി വീണ്ടും വന്നിട്ട് നമ്മളെ കൂടെ സ്ഥിരം ഇവിടെ നാട്ടിൽ തുടങ്ങണ ആ ഒരു സുദിനത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ആവട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ബൈ.